നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ തെറ്റ് തന്നെയാ. ഇനി നീ എന്റെ ഉപദേശവും കേൾക്കണ്ട. അതൊക്കെ നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അമ്മയ്ക്ക് നീ കൊടുത്ത വാക്കും മറന്നേക്ക്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് കിട്ടാത്ത ഒരു സന്തോഷവും എനിക്കും വേണ്ട. ഞാനും വരാം നിന്റെ കൂടെ. എവിടേക്കാന്ന് വെച്ചാ പോവാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ചേച്ചി ചേച്ചി വളങ്കുപോലെ മനസ്സുള്ള കുട്ടിയാ ദേവിക. ആ ദേവികയുടെ മനസ്സാ ഒരു കാരണമില്ലാതെ നീയും ഇവിടെയുള്ളവരും ചേർന്ന് ദ്രോഹിക്കുന്നത്. ആരും അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നില്ല. നീ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. വാ, നമുക്ക് ഒരുമിച്ച് നാട് വിട്ടു പോവാം. മുത്തശ്ശ, ഞങ്ങള് പോവാ. ആന്റി അഞ്ജതയൊക്കെ മുത്തശ്ശൻ നോക്കിക്കൊള്ളണം. ഇവളെ പോലെ ലക്ഷ്യമില്ലാതല്ല ഞാൻ ഇറങ്ങുന്നത്. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് എങ്ങനെയെങ്കിലും വിദേശത്തൊരു ജോലി സംഘടിപ്പിക്കണം, എനിക്കും ഇവൾക്കും. അവിടെ ജോലിയെടുത്ത് ഈ കുടുംബത്തിന് വേണ്ട പണം സമ്പാദിച്ച് ഞങ്ങൾ തിരികെ വരാം. വാ, പോവാം. ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സാകെ കലങ്ങിയിരിക്കാം. എന്താ ചെയ്യണ്ടെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി. അതുകൊണ്ടാ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാന്ന് ഞാൻ കരുതിയത്. ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഭ്രാന്ത പിടിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി. കരയല്ലേ ഗോപു. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള മാനസികാവസ്ഥ നിനക്കില്ലെങ്കിൽ നിനക്ക് വിശ്വാസമുള്ളവരോട് നിന്റെ വേദന നീ പങ്കുവെക്കണം. ഇവിടെ നീ ചെയ്യേണ്ടിയിരുന്നത് ഒളിച്ചോട്ടമല്ല, എന്നോടോ അമ്മയോടോ മുത്തശ്ശനോടോ ഒക്കെ സംസാരിച്ച് ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കണമായിരുന്നു. ഇനി നിനക്ക് ഇവിടുന്ന് പോണോ? നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഒരിക്കലും തനിച്ചല്ലെന്ന് ആദ്യം നീ ഒന്ന് മനസ്സിലാക്കണി. വേണ്ട, എനിക്കിനി ഇവിടുന്ന് പോണ്ട. നിങ്ങള് നല്ല കുട്ടികളാ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്നും നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.